ഈശംഷിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ ഒന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ലേവിയെ വിളിക്കുന്നു എന്നാണ് ഈ ഭാഗത്തിന് തലക്കെട്ട്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പല രീതിയിൽ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. മിസെരന്താത്വ അലഗാന്തോ എന്ന് പറയുന്ന വാക്യം, ഫ്രാൻസിസ് പാപ്പയുടെ ആപ്തവാക്യം ഈ ഒരു രംഗത്തെ ആസ്പദമാക്കിയുള്ളതാണ്, എൻ്റെ പെയിന്റിങ്ങിനെ ആസ്പദമാക്കിയുള്ളതാണ്. പിന്നെ സൺ ഓഫ് ഗോഡ് എന്ന സിനിമയിൽ ഈ രംഗം മനോഹരമായി അവതരിപ്പിച്ചതിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ പലയാവർത്തി ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് വീണ്ടും പോകുന്നില്ല. നമ്മളിവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ലേവിയെ വിളിക്കുന്നു. ഇത് മർക്കോസിന്റെ 2-ാം അധ്യായത്തിലും ലൂക്കായുടെ 5-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുമ്പോൾ ലേവി എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. മത്തായി ഈ സുവിശേഷം എഴുതുമ്പോൾ ലേവി എന്ന വാക്ക് എഴുതിയിട്ടില്ല. അനുരഞ്ജനം ആവശ്യമായിട്ടുള്ളവൻ എന്ന അർത്ഥം വരുന്ന ലേവി എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിന്റെ സമ്മാനം എന്ന് അർത്ഥമുള്ള മത്താത്തിയോൻ, മത്തായി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മത്തായി ആണിത്. ലേവി മത്തായിയായി മാറുന്നു എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഈ ഭാഗം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഈശോ പറയുന്നൊരു വാക്യമുണ്ട്. ഇതിനൊക്കെ ഈ മത്തായിയുടെ വീട്ടിൽ പോയി അവരോടൊപ്പം വിരുന്നിലിരിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ നിയമജ്ഞര് കുറ്റപ്പെടുത്തുകയാണ്, ഇവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത്. അപ്പൊ ഈ ഈശോ ഇത് കേട്ടിട്ട് അവരോട് പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്: ആരോഗ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, പ്രത്യുത രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. പാപിയാണ്, ഈ പാപികളാണ്, ശരിയാണ്, നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതെല്ലാം പാപികളാണ്, പക്ഷെ അവരെ വിളിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. ഈശോ അതിനൊരു വളരെ മനോഹരമായ ഒരു ഉപമ പറയുകയാണ്. ഇവരൊക്കെ രോഗികളാണ്, ഒരു രോഗാവസ്ഥയില്ല. ഈ പാപാവസ്ഥ ഒരു രോഗാവസ്ഥയാണ്. ശാരീരികമായ രോഗം ഉള്ളതല്ല, അവരുടെ സ്വഭാവത്തെയോ അവരുടെ നിലപാടുകളെയോ അവരുടെ രീതികളെയൊക്കെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ പാപം എന്ന് പറയുന്നത്. പാപാവസ്ഥ രോഗാവസ്ഥ, ഈ പാപാവസ്ഥ ഒരു രോഗാവസ്ഥയാണ് എന്ന് പറയുക. ഞാൻ എന്ന വൈദ്യൻ അവർക്ക് ആവശ്യമാണ്, അവർക്കാണ് ആവശ്യം. അവരെ ഈ രോഗാവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം എന്ന് ഈശോ പറയുക. എന്താണ് ഇവിടെ ഈ ലേവിയെ സംബന്ധിച്ചിടത്തോളം രോഗം? ലേവി ഒരു ചുങ്കക്കാരനാണ്. ചുങ്കക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് നാട്ടിൽ വെറുക്കപ്പെട്ടവനാണ്. വിദേശ ഭരണകൂടത്തിന് വേണ്ടി ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്നവര് സ്വാഭാവികമായിട്ടും ആ വിദേശ ഭരണത്തെ അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിന്റെ പേരിൽ ഇവർ വെറുക്കപ്പെട്ടവരാണ്. പിന്നെ ഇവര് ഈ നിർബന്ധിച്ച് പിരിച്ചെടുക്കുന്ന ചുങ്കം ഈ ജനതയ്ക്ക് ഒരു വലിയ ഭാരമായിരുന്നു. അത്രയും സാമ്പത്തിക ഭാരം ഉണ്ടാകുന്നു ഒരു ചുങ്കം പിരിച്ചെടുക്കുമ്പോൾ, ടാക്സ് പിരിച്ചെടുക്കുമ്പോൾ. പിന്നെ ഇവര് ചെയ്തിരുന്നൊരു കൊള്ളരുതായ്മയുണ്ട്. ഇവര് കള്ളക്കണക്കുകൾ എഴുതി കൂടുതൽ ചുങ്കം ഇവരിൽ നിന്ന് പിരിച്ചെടുക്കുമായിരുന്നു. ഇവർക്ക് ലാഭത്തിന് വേണ്ടി, ഈ ചുങ്കം പിരിക്കുന്നവരാളുടെ ലാഭത്തിന് വേണ്ടി. അങ്ങനെ പല കാരണങ്ങളുണ്ടായിരുന്നു ഈ ചുങ്കപ്പിരിവുകാര് വെറുക്കപ്പെട്ടവരായി മാറാനായിട്ട്. ഇവിടെ മത്തായി എന്ന ചുങ്കക്കാരൻ കള്ളക്കണക്ക് എഴുതി എന്ന് പറയാൻ സാധിക്കത്തില്ല, അത് നമുക്ക് മാറ്റിവെക്കാം. ലേവി എന്ന ചുങ്കക്കാരൻ, മത്തായിയെ മാറുന്ന ലേവി എന്ന ചുങ്കക്കാരൻ പക്ഷേ ഈ തൊഴിൽ ചെയ്യുന്നതിന്റെ പേരിൽ വെറുക്കപ്പെട്ടവനായിരുന്നു. കണക്ക് കൂട്ടുക എന്നുള്ളതാണ് അയാളുടെ തൊഴിൽ, കണക്കെഴുതി കൂട്ടുക. നമുക്ക് നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടതാണ്. കണക്ക് കൂട്ടലുകളുടെ ഒരു രോഗം നമ്മളെ ബാധിച്ചിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കിയ, സാമ്പത്തിക കണക്കുകൾ, കണക്ക് പറയുക. ചില മാതാപിതാക്കൾ മക്കളോട് കണക്ക് പറയുന്നുണ്ട്, അല്ലെ മക്കൾ മാതാപിതാക്കളോട് കണക്ക് പറയുന്നുണ്ട്, ജീവിത പങ്കാളിയോട് കണക്ക് പറയുന്നുണ്ട്, സഹോദരങ്ങൾ തമ്മിൽ കണക്ക് പറയുന്നുണ്ട്, തൊഴിലിടങ്ങളിൽ കണക്ക് പറയുന്നു. അപ്പൊ ഇങ്ങനെ കണക്ക് പറച്ചിലുകളുടെ ഒരു രോഗം നമ്മളെ ബാധിക്കാറുണ്ട്. എല്ലാം ചെയ്ത കാര്യങ്ങൾക്കൊക്കെ കണക്ക് പറയും. ഞാൻ നിനക്ക് അത് ചെയ്തു തന്നില്ലേ, ഇത് ചെയ്തു തന്നില്ലേ, നീ എന്നോട് തിരിച്ച് ചെയ്തില്ലല്ലോ, നന്ദിയില്ലല്ലോ. അങ്ങനെ ഒരുപാട് കണക്ക് പറച്ചിലുകൾ നമ്മളിങ്ങനെ പറയുന്നു. എല്ലാം ഇങ്ങനെ എല്ലാം ബിസിനസ് ലെവലിൽ നമ്മൾ കാണുക. എല്ലാത്തിനെയും കണക്ക് കൂട്ടിയിട്ട് കൂട്ടിയും കിഴിച്ചും അതിന്റെ ലാഭനഷ്ട കണക്കുകൾ പറഞ്ഞാണ് നമ്മൾ ബന്ധങ്ങളെ പോലും വിലയിരുത്തുന്നത്. സഹോദര ബന്ധത്തെയും ദാമ്പത്യ ബന്ധത്തെയും മക്കളുമായിട്ടുള്ള ബന്ധത്തെയൊക്കെ നമ്മൾ അങ്ങനെയാണ് കണക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതാണ് രോഗാവസ്ഥ. നമ്മൾ വായിക്കേണ്ട രോഗാവസ്ഥ അതാ. നമുക്കും ഈ രോഗാവസ്ഥയുണ്ട്. പലപ്പോഴും നമ്മളും പല കാര്യങ്ങളും ചെയ്യുന്നത് കണക്കൂട്ടിയിട്ടാണ്. ഞാനിത് ചെയ്താൽ എനിക്കെന്ത് ലാഭം, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചു കിട്ടുമോ, ഈ കണക്കൂട്ടലില്ല. പക്ഷെ ഈ കണക്കൂട്ടലുകൾക്കപ്പുറത്തായിരുന്നു ക്രിസ്തുവിന്റെ ഇടപെടൽ. അപ്പോൾ ഈ രോഗം മാറുക എന്ന് പറഞ്ഞാൽ അയാൾ ഇനി സുവിശേഷം എഴുതി തുടങ്ങുക എന്നുള്ളതാണ്. ഇതുവരെ കണക്ക് എഴുതിക്കൊണ്ടിരുന്ന ആൾ ഇനി സുവിശേഷം എഴുതാൻ പോവുക. മത്തായി സുവിശേഷം എഴുതുന്ന ആളെ മാറിയ,
കണക്കെഴുതുന്ന നിർത്തിയ അയാൾ, എന്നിട്ട് സുവിശേഷം എഴുതി തുടങ്ങിയ. ഇങ്ങനെ കണക്കെഴുതുന്ന ആൾ സുവിശേഷം എഴുതി തുടങ്ങുമെന്ന് പറയുമ്പോൾ അതിന് നന്ദിയുടെ കണക്കെഴുത്താണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈശ്വനാഥൻ ഇടപെട്ട കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ, എന്നെ രക്ഷിച്ചതിൻ്റെ കഥ എഴുതി പോകാൻ പോയി അനിയൻ. ഇനി എഴുതുന്നതൊക്കെ അവൻ എനിക്കായി ചെയ്ത കാര്യങ്ങളുടെ കണക്കുകളാണ്. നന്ദിയുടെ കണക്ക് പുസ്തകം ഇനി അയാളുടെ കയ്യിലിരിക്കാൻ പോകുന്നത്. അതാണ് സുവിശേഷം. നന്ദിയുടെ കണക്ക് പുസ്തകം. കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെട്ട കാര്യങ്ങളുടെ കണക്കെഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുടെ കണക്കെഴുത്താണ്. അപ്പൊ ഈ ലാഭനഷ്ടങ്ങളുടെ കണക്കെഴുത്ത് നിർത്തി വെച്ചിട്ട് എനിക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും നന്ദിയുടെ കണക്കെഴുതി തുടങ്ങുന്നതാണ് സുവിശേഷം. അപ്പോൾ ഈ വൈദ്യൻ വന്നിട്ട് ഈ കണക്കെഴുത്തിന്റെ രോഗം പിടിച്ച ലേവിയെ ആ രോഗത്തിൽ നിന്നും വിടുവിച്ച് സൗഖ്യപ്പെടുത്തി നന്ദിയുടെ കണക്കെഴുത്തുന്ന ആരോഗ്യ അവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇതാണ് നമ്മൾ സുവിശേഷം വായിച്ചിട്ടുണ്ടത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിട്ട് ഇത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വൈദ്യനായ ദൈവം, ഡോക്ടറായ ദൈവം, ഈശോ നമ്മുടെ ജീവിതത്തിലും ഇടപെട്ട് കണക്ക് കൂട്ടലുകളുടെയും ലാഭനഷ്ടങ്ങളുടെ കണക്ക് കൂട്ടി പറയുന്നതിൻ്റെയും രോഗാവസ്ഥയിൽ നിന്നും നന്ദിയുടെ കാര്യങ്ങൾ എണ്ണിയെടുക്കുന്ന സുവിശേഷം എഴുതുന്ന മനുഷ്യനാക്കി നമ്മളെ മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വൈദ്യൻ രോഗികളായ നമ്മളെയും ആരോഗ്യമുള്ളവരാക്കി തീർക്കട്ടെ.